നമസ്കാരം. വി സതീശൻ എണ്ണമെടുത്ത് തുടങ്ങി. പക്ഷേ കെ വേണുഗോപാൽ ആയിരിക്കുമോ മുഖ്യമന്ത്രി, അതോ രമേശ് ചെന്നിത്തല ആയിരിക്കുമോ, അതോ സതീശനായിരിക്കുമോ എന്നുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. എങ്കിലും ഏതാണ്ട് 85 സീറ്റിൽ ഇത്തവണ കോൺഗ്രസ് ജയിക്കും എന്നാണ് സതീശൻ ഒരു എണ്ണമെടുത്ത് പറഞ്ഞിരിക്കുന്നത്. 85 സീറ്റ്, പ്രധാനപ്പെട്ട സീറ്റുകളിൽ, വിവിധ ജില്ലകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ തന്നെ ഈ ഒരു കണക്ക് ഇപ്പോൾ കൃത്യമായി മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ അടക്കം പലയിടത്തും നിർത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 85 സീറ്റ്, 140 സീറ്റിൽ 85 സീറ്റ്. കോൺഗ്രസ് എത്രയിടത്ത് ടോട്ടൽ മത്സരിക്കും എന്നത് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷമേ പറയാൻ പറ്റൂ. മാത്രമല്ല, ലീഗ് വടക്കൻ കേരളത്തിൽ വലിയ ആധിപത്യം ഉള്ള മേഖലയാണ്. ലീഗിന് ചില സീറ്റുകളൊക്കെ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊടുക്കുമോ എന്നറിയില്ല. ഈ ജില്ല തിരിച്ച കണക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കാസർഗോഡ് 5-ൽ 3 സീറ്റ്, അതായത് ടോട്ടൽ മത്സരിക്കുന്നതിൽ എത്രണ്ണം വാങ്ങും എന്ന്. കണ്ണൂർ 11-ൽ 4, കോഴിക്കോട് 13-ൽ 8, വയനാട് 3-ൽ 3 കിട്ടും. വയനാട് പിന്നെ അങ്ങനെയാണല്ലോ. പാലക്കാട് 12-ൽ 5, തൃശൂർ 13-ൽ 6, എറണാകുളത്ത് 14-ൽ 12 സീറ്റും ജയിക്കുമെന്നാണ് പറയുന്നത്. ഇടുക്കി 5-ൽ 4, ആലപ്പുഴ 9-ൽ 4, കോട്ടയം 9-ൽ 5, പത്തനംതിട്ട 5-ൽ 5 സീറ്റും ജയിക്കും. കൊല്ലം 11-ൽ 6 സീറ്റ്, തിരുവനന്തപുരം 14-ൽ 4 സീറ്റ്, മലപ്പുറം 16-ൽ 16 സീറ്റ്. ലീഗിന്റെയും കൂടെ കൂട്ടിയാണോ എന്തോ അല്ല എന്നിങ്ങനെയാണ് കണക്ക് കൂട്ടൽ. ലീഗിന്റെ കൈവശമുള്ള കോഴിക്കോട്ടെ പേരാമ്പ്രയും കണ്ണൂർ അഴീക്കോടും വച്ചുമാറും എന്നുള്ള മാറാവുന്നതാണെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും പിണറായി വിജയൻ വരാനുള്ള സാധ്യതയില്ല എന്ന് നമ്മുടെ ഒരു സഖാവ് തന്നെ പറയുന്നത് കേട്ടു. മുഖ്യമന്ത്രി ധർമ്മടത്ത് തീർച്ചയായിട്ടും മത്സരിക്കും, അദ്ദേഹം ജയിക്കും, അദ്ദേഹം തന്നെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായി വരും. അതല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ തീർച്ചയായിട്ടും CPM-ന് തൽക്കാലമില്ല. മുഖ്യമന്ത്രി ആയിട്ട് അവർ പിണറായി മാത്രമേ ഉയർത്തിക്കാട്ടുന്നുള്ളൂ. പക്ഷേ ചില വിഷയങ്ങളിൽ ഈ ആഭ്യന്തര മന്ത്രിസ്ഥാനം അദ്ദേഹം തുടർന്നും ഏൽക്കുമോ, അല്ലെങ്കിൽ അത് കൈയാളുമോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. അദ്ദേഹമില്ലെങ്കിൽ PA മുഹമ്മദ് റിയാസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ. എന്തായാലും CPM-ന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഒരു സഖാവ് പറഞ്ഞ അഭിപ്രായം ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഈ കണക്കുകൂട്ടൽ എത്രത്തോളം ശരിയാകും, ഏത് രീതിയിലുള്ള, ഇപ്പൊ സുനിൽ കനകോലു പറഞ്ഞതനുസരിച്ച് ഉള്ള ചില സർവേകളൊക്കെ നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ, ലീഗിന് സീറ്റുകൾ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുമായിരിക്കും. പക്ഷേ കോൺഗ്രസിന് ഈ 85 സീറ്റ്, ഈ പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടുമോ എന്നുള്ള കാര്യം അല്പം സംശയത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഈ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് പലരെയും തോൽപ്പിക്കും. പിന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ചേരിതിരിവുകളും ഗ്രൂപ്പ് തിരിവുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതൊക്കെ തന്നെ അഫക്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം, ലീഗ് ഈ വല്ലാത്തൊരു അപ്രമാദിത്വം കാണിക്കുന്നതിനോട് എതിരുള്ള ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുണ്ട്. ഒരു വിഭാഗമേ ഉള്ളൂ, വളരെ ചെറിയൊരു വിഭാഗം. അവർ കാലുമാറാനുള്ള അല്ലെങ്കിൽ കാല് വാരാനുള്ള സാധ്യതയുണ്ട്. സതീശൻ എല്ലാം കണക്ക് കൂട്ടി കൃത്യമായി എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. കണക്കുകളൊക്കെ ശരിയാകട്ടെ, കണക്ക് കൂട്ടലുകളും കണക്ക് കിഴിക്കലുകളും ഒക്കെ തന്നെ ശരിയാകട്ടെ എന്നുകൂടി ഒന്ന് ആശംസിച്ചു കൊള്ളുന്നു. എല്ലാം ഗംഭീരമാവട്ടെ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എല്ലാവരും വളരെ ദ്രുതഗതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ആവേശം നൽകുന്ന കാര്യം തന്നെയാണ്.